വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിനക്കെതിരെ എന്തോ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ദേവികെ. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഇത് പറയാനാണോ നിങ്ങൾ വഴിയിൽ കാത്തു നിന്നത്? അതിനല്ല, നിനക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കണമെന്ന് പറയാനാ. തൽക്കാലം ഒന്നും വേണ്ട. ഒന്നാലോചിച്ച നീ ഒരു പാവ. എല്ലാരും കൂടെ നിന്നെ പറ്റിക്കുവാ. കൂടെ നിൽക്കുന്നത് നീ കരുതുന്ന പലരും സത്യത്തിൽ നിന്റെ കൂടെയല്ല. എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? ആരെയാ ഉദ്ദേശിച്ചെന്ന് ദേവിയേക്കറിയാം. അവര് നിന്നെ ചതിക്കും മോളെ. അതിന് നിന്ന് കൊടുക്കണോ? നീ എന്റെ കൂടെ നിൽക്ക്. എന്റെ കൂടെ നിന്നാ നിന്റെ എല്ലാ സങ്കടങ്ങളും തീർക്കാൻ ഞാൻ സഹായിക്കാം. എനിക്കാകെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്റെ സുധിയേട്ടൻ എന്റെ കൂടെ ഇല്ലല്ലോ. ആ സങ്കടം തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ദേവിക മനസ്സിലാക്കിയതൊന്നും അല്ല സത്യം. അതെന്താന്ന് എനിക്കറിയാം. എന്നിട്ടും ആ രഹസ്യം ഇതുവരെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നീ അറിഞ്ഞാൽ ചുറ്റുമുള്ളവരെ നീ ആട്ടും. ശരിക്കും അവരാരാണെന്ന് നീ സ്വയം മനസ്സിലാക്കണം. എന്നിട്ട് എന്റെ പക്ഷം ചേരണം. അതാണ് എന്റെ ആഗ്രഹം. അല്ലാതെ ഞാൻ പറഞ്ഞു തരുന്ന രസിക്കാത്ത സത്യങ്ങൾ കേട്ടാവരുത് നീ നിന്റെ മനസ്സ് മാറ്റുന്നത്. അതെനിക്ക് നിർബന്ധമുണ്ട്. കുറെ കാലമായല്ലോ രഹസ്യം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അതെന്താണെന്ന് എന്തുകൊണ്ടാണ് ഇതുവരെ എന്നോട് പറയാത്തെ? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ രഹസ്യം എന്നെ അറിയിക്കായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അറിഞ്ഞ പല തലകളും ഉരുളും. പലരും നിന്റെ ശത്രുക്കളാവും. തൽക്കാലം അത് വേണ്ട. നിനക്കിപ്പോ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കളുണ്ട്. എന്തിനാ വെറുതെ അവരുടെ എണ്ണം വീണ്ടും കൂട്ടുന്നത്? അക്ഷരയും നിരഞ്ജനയും ഒരു കാരണവശാലും നീ വിശ്വസിക്കരുത്. അതുമാത്രമേ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. ബാക്കി പിന്നെ സമയം വരുമ്പോ. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ കൂടെ ചേരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്താ മോളെ ഇവരുടെ ശരിക്കുള്ള ലക്ഷ്യം? അക്ഷരയും മോളെയും തമ്മിൽ തല്ലിക്കുക എന്നുള്ളതാണോ? അതോ വേറെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അറിയില്ല അച്ഛാ. എന്തായാലും അവരുടെ ഉദ്ദേശം ശരിയല്ല. അതാ ഞാൻ പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പിക്കാത്തത്.